പീപ്പിൾസ് ആർക്കിടെക്ട് എന്ന വിളിപ്പേരുള്ള പത്മശ്രീ ജി ശങ്കറിനെ ഒരിക്കൽ കണ്ടപ്പോൾ സാറേ എന്റെ പേര് ഇ വി രാജീവൻ, മാധ്യമപ്രവർത്തകനാണ് എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ നിങ്ങളെ എനിക്കറിയാം, ടി പത്മനാഭൻ താങ്കളെ കുറിച്ച് എഴുതിയതല്ലേ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എന്ന് പറഞ്ഞപ്പോ എന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിൽ ഒന്നായിട്ട് തോന്നിയിരുന്നു അത്. അതെ, ഇന്ന് ആദരണീയനായ ടി പത്മനാഭൻ സാറിന്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ. എന്റെ ജീവിതത്തിലെ ഈ ഒരു ഭാഗ്യം ഉണ്ടാകുന്നത് 2002 എന്റെ ബാല്യകാല സുഹൃത്ത് ജോണിയോടൊപ്പമാണ് ഞാൻ ടി പത്മനാഭൻ സാറിനെ ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ കുട്ടികൾക്കായിട്ടുള്ള എഴുത്തിനിരുത്തിന് മുഖ്യാതിഥിയായി ക്ഷണിക്കാൻ പോയത്. അപ്പൊ ജോണിക്കും എനിക്കും, ജോണിയുടെ ബൈക്കിലാണ് പോകുന്നത്, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പത്മനാഭൻ സാറിനെ കാണാൻ എന്നുള്ളത്. കാരണം അതിനു മുമ്പ് തന്നെ പത്മനാഭൻ സാറിനെ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. പപ്പേട്ട എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കാറ്. പപ്പേട്ടനെ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. അത് കണ്ടത് ഞാൻ പയ്യന്നൂർ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, അന്ന് അവിടെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സുഹൃത്ത് വത്സൻ കിഴക്കേനിയിലിന്റെ പുസ്തകത്തിന് പ്രകാശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വന്നതാണ്. അപ്പോൾ വത്സൻ കിഴക്കേനിയിലിന്റെ പുസ്തകത്തിന്റെ പ്രകാശനവുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് പത്മനാഭൻ സാറിന്റെ അനേകം കഥകൾ, ഗൗരിയും മകൻ സിംഗിന്റെ മരണവും കൊയ്ത്തുകാലവും പച്ച വെളിച്ചവും ഒക്കെ, അങ്ങനെ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ഏതാണ്ട് എല്ലാ കൃതികളും അന്നും അതിനുശേഷവും അദ്ദേഹം എഴുതിയ ഏതാണ്ട് എല്ലാം വായിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഞാൻ ഒരു പരിധിവരെയൊക്കെ വായിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ വായിച്ച ചർച്ച ചെയ്യപ്പെട്ട കഥകളിൽ ഇപ്പോൾ അധികം ആരും പറയാതെ പോകുന്ന ഒരു കഥ എന്നെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കഥയുടെ പേര് ദാസൻ എന്നാണ്. ദാസൻ എന്ന കഥ ഈ പറഞ്ഞ വത്സനെ കുറിച്ച് ഉള്ള കഥയാണ്. വത്സൻ കല്ലുകൊത്തി വിദ്യാഭ്യാസ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞുപോയി. അതിനുശേഷം കല്ലുകൊത്തി സാഹിത്യത്തേക്ക് അറിയാൻ വേണ്ടിയിട്ട് വളരെ വൈകി കോളേജിൽ ചേർന്ന് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു. അങ്ങനെ ആ ലിറ്ററേച്ചർ പഠിച്ചു തൻ്റെ എഴുത്തുകാരൻ്റെ വീട്ടിലേക്ക് വത്സൻ വരുന്നതും, വത്സൻ വളരെ വൈകി അന്ന് പറഞ്ഞ ക്ഷീണിതനായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊടുക്കുന്നതും, വത്സനെ യാത്ര അയക്കുന്നതിന് മുമ്പുള്ള അനുഭവങ്ങളും, പോക്കറ്റിൽ ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള അനുഭവങ്ങളും കൈനീട്ടിയപ്പോൾ വത്സന്റെ ദാസൻ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന്റെ കൈക്ക് നല്ല തഴമ്പുണ്ടായിരുന്നു എന്നും ഒക്കെ പറയുന്ന ഒരു ദാസൻ എന്ന കഥ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥയും അത് വളരെ ആത്മബന്ധമുള്ള ഒരു കഥയുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെയുള്ള ഈ കാര്യങ്ങളൊക്കെ ജോണിയും ഞാനും ഒന്നിച്ച് പത്മനാഭൻ സാറിനോട് പറയുന്നു, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അന്നത്തെ ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ സാഹിത്യ വിഭാഗം സെക്രട്ടറി എന്ന രീതിയിലും അന്നത്തെ പ്രസിഡന്റായിരുന്ന ആർ പവിത്രന്റെയും പി ബഷീറിന്റെയും ഒക്കെ അനുവാദത്തോടു കൂടിയാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നതും. അങ്ങനെ അദ്ദേഹവും ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലാത്ത ആദരണീയനായ സ്നേഹനിധിയായ എഴുത്തുകാരൻ ടി.എൻ. പ്രകാശുമാണ് കൂടെ ബഹറിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അത് വല്ലാത്ത ഒരു അനുഭവമായിരുന്നു. അന്ന് ടി.എൻ. പ്രകാശ് ബഹറിലേക്ക് വന്നു. ടി.എൻ. പ്രകാശുമായിട്ട് വന്ന് സാംസ്കാരിക എഴുത്തിന് ശേഷം നടന്ന ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. വളരെ വളരെ കർക്കശമായിരുന്നു തീർച്ചയായിട്ടും പത്മനാഭൻ സാറിന്റെ മറുപടി. ആ ഇന്ററാക്ഷനിൽ ഞാനും അദ്ദേഹം മാത്രമാണ് സ്റ്റേജിലുണ്ടായിരുന്നത്. ബാക്കി ആളുകൾ ഒക്കെ ചോദ്യം ചോദിക്കാവുന്ന രീതിയിലാണ്. പി ബഷീർ അടക്കം. പി ബഷീർ പറഞ്ഞ് രാജീവ് മാത്രം ഇരുന്നാൽ മതി, സാഹിത്യമായതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞൊക്കെ എല്ലാ ഓർമ്മകൾ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ആ ഒരു ഓർമ്മകളും പിന്നീട് ആ ഓർമ്മകളൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ ട്രീ ഓഫ് ലൈഫ് കാണാൻ പോകുന്നതും ട്രീ ഓഫ് ലൈഫിലും ബഹറിൽ കറങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ടി പത്മനാഭൻ സാറ് പള്ളിക്കുന്ന് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയത്. പിന്നീട് പലപ്പോഴും പത്മനാഭൻ സാറിനെ കാണുകയും അദ്ദേഹത്തിന്റെ ഒരു ദുബായിലുള്ള സുഹൃത്തും ഞാനും, അതോടൊപ്പം തന്നെ പി.കെ. പാറക്കടവ് അദ്ദേഹത്തിന്റെ ഒറ്റ പൂമരം എന്ന വലിയ മനോഹരമായ പത്മനാഭനെ കുറിച്ച് എഴുതിയ ഫീച്ചറിൽ ഈ ബഹറിൽ വന്ന അനുഭവങ്ങളും, പിന്നീട് ഞങ്ങൾ ഒന്നിച്ച് പത്മനാഭൻ സാറിന്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്ന ഫോട്ടോ അടക്കം കൊടുത്തുകൊണ്ടുള്ള അനുഭവങ്ങൾ അടക്കം വെച്ച് എഴുതിയിട്ടുണ്ട്. പത്മനാഭൻ സാറ് എൻ്റെ ഒരു ജീവിതത്തിന്റെ ഒരു സാഹിത്യകാരന്മാരെ പരിചയപ്പെട്ട അനുഭവങ്ങളിൽ ഏറെ പ്രിയപ്പെട്ട
എന്നാൽ ഞാൻ വളരെ സ്നേഹത്തോടെ അത്ഭുതത്തോടെ നോക്കി കാണുന്ന, എപ്പോഴും കാണുമ്പോഴൊക്കെ തന്നെ ചേർത്ത് പിടിക്കുന്ന, കൈകൾ മുറുക്കി പിടിക്കുന്ന ഒരു വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. അതോടൊപ്പം തന്നെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ചെക്കോവിൻ്റെയൊക്കെ കഥകൾ പോലെ വളരെ മനോഹരമായ മൊപ്പസാങ്ങിനെ പോലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കഥകൾ സൃഷ്ടിച്ച് മലയാളിയെ അത്ഭുതപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ചോദിച്ച, വളരെ കൃത്യമായിട്ടുള്ള കഥയുടെ ക്രാഫ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടുള്ള എഴുത്തുകാരനാണ്. ആ പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ ജീവിതാനുഭവങ്ങൾ, അദ്ദേഹമായിട്ടുള്ള അനുഭവങ്ങൾ വളരെ വലുതാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു സ്ഥല പരിമിതിയിൽ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട എഴുത്തുകാരന്, മലയാളിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരന് വളരെ കൃത്യമായിട്ടുള്ള കഥകൾ കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ കുമാരനാശാനെ പോലെ ഖണ്ഡകാവ്യം മാത്രം എഴുതി മഹാകവികൾക്കപ്പുറത്ത് നിൽക്കുന്ന മലയാളത്തിലെ പ്രിയപ്പെട്ട കവിയായി മാറിയ കുമാരനാശാനെ പോലെ കഥകൾ മാത്രം എഴുതി മലയാള സാഹിത്യത്തിലെ കുലപതിയായി ഉയർന്നുയർത്തുന്ന ടി പത്മനാഭനെ ഓർക്കുന്നതും അദ്ദേഹത്തിൻ്റെ കൂടെ അനേകം ദിവസങ്ങൾ ചെലവഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയതും, അദ്ദേഹത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഭാഗ്യം കിട്ടിയതും, അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ ദിവസങ്ങൾ ബഹ്റിനിലെ യാത്രയാനുള്ള അനുഭവം കിട്ടിയതും ഒക്കെ ഒരു മഹാഭാഗ്യമായി കരുതുന്നു.